ഈ കൗൺസിലിംഗ് സെന്ററിന്റെ ഇനാഗുറേഷൻ 11 മണിക്കാണ്. 10:47 നമുക്ക് അവിടെ വരെ ഒന്ന് പോകണം. പോകുമ്പോൾ എന്നോട് പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ അമ്പത്തൂരിന്റെ അമ്മയില്ല മറ്റേ കുക്കൂന്റെ അമ്മ. പെട്ടെന്ന് മനസ്സിലായി. പെണ്ണുങ്ങളെ കയസ് പറയില്ലെന്ന് പറയുമ്പോൾ മുരളിക്ക് ഇഷ്ടപ്പെടില്ല. നേരത്തെ ബ്ലൂ എന്ന് പറഞ്ഞ ഒരു കൊച്ചു ഞാൻ പെട്ടെന്ന് കേട്ടപ്പോ അതെ ഇങ്ങനെ റിട്ടയർഡ് ആയിട്ട് ഇങ്ങനെ ബാക്കിലോട്ട് മാറി. എടാ ഞാൻ പറഞ്ഞു തന്നെന്ന് പറഞ്ഞ ഈ അമ്പത്തൂരിന്റെ അമ്മയാണെങ്കിൽ ഒരു കൗൺസിലിംഗ് സെന്റർ എന്തോ തുടങ്ങുന്നുണ്ട് കേട്ടോ, ഹോസ്പിറ്റലിൽ 6077. അപ്പോ നമ്മളെ എല്ലാ ഫാമിലിയോട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവര് പറഞ്ഞെന്ന് പറഞ്ഞു അല്ല നമ്മളെ കൗൺസിൽ ചെയ്യാനല്ല, ഇന്ന് ഇനാഗുറേഷനാ. അപ്പൊ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ചെന്ന് അവിടുത്തെ ഫെസിലിറ്റീസ് എല്ലാം ഒന്ന് കണ്ട് ഇതായിട്ട് വരാനാണ് പറഞ്ഞത്. അപ്പോൾ വേറൊരു കണ്ട വിളിച്ചിട്ട് പറഞ്ഞ് ഡോക്ടർ ശ്യാംസിങ്ങിനെ കിട്ടുമോ, ജാംസിംഗ് ആണ് ഇനാഗുറേഷൻ എന്ന്. കാരണം ഇത്രയും ക്വാളിഫൈഡ് ഡോക്ടർ ജാംസിംഗ് മാത്രമല്ലോ. നീ ജാംസിംഗ് ആയിട്ടാണോ വരുന്നത്, ഞങ്ങളുടെ കൂട്ടത്തിലാണോ വരുന്നത്? അയ്യോ ജാംസിംഗ് എപ്പോഴും വരാൻ പറ്റൂല, ജാംസിംഗ് തിരക്കാണെന്ന് പറഞ്ഞാൽ. ഓക്കെ എന്നാൽ ഞാൻ അവനെ വിളിച്ചിട്ട് പറയാം ശ്യാംസിംഗ് തിരക്കിലാണെന്ന്. 069. ഹലോ, ആക്ച്വലി ജാംസിംഗ് ഇല്ലേ, ജാംസിംഗ് ഒരു ഹേർട്ട് ഓപ്പറേഷൻ ആയിട്ട് ഒരു ലങ്സ് തപ്പി നടക്കുകയാണ്. അപ്പോൾ ഇന്ന് വരാൻ പറ്റത്തില്ലെന്നാണ് പറയണേ. എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ഈ ഹേർട്ട് ഓപ്പറേഷൻ ലങ്സ് അങ്ങനെ പെട്ടെന്ന് എല്ലായിടത്തും അവൈലബിൾ അല്ലല്ലോ, അതാണ്. ഞാനൊരു കാര്യം ചെയ്യാം, അമ്മയോട് ഒന്ന് ചോദിച്ചോട്ടെ, എന്നിട്ട് വിളിക്കാവേ. ഓക്കെ ഹേർട്ട് ഓപ്പറേഷൻ ലങ്സ്. എടേ അവന്റെ ടാഗ്ലൈൻ അറിയാലോ നിങ്ങൾക്ക്. അപ്പൊ എങ്ങനെ നമുക്ക് പോയിട്ട് വരല്ലേ അങ്ങോട്ട്? എടാ അതിനു മുമ്പ് ഏതോ ഒരു പെങ്കൊച്ച് എന്നെ കാണണോന്ന് പറഞ്ഞു സരക്കെ. എന്തുവായിരുന്നു അവളുടെ പേര്? ജമൈക്കയാ? മറ്റേ മോഹൻലാലിന്റെ ഒരു പാട്ടുണ്ടല്ലോ നിന്നെ വന്നോളാം ഒരു പാടം പെണ്ണിൻ പിറകെ കണി കാണാൻ നടന്നോടി. എടാ ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് ഒരാളെ ഒന്ന് മീറ്റ് ചെയ്യാൻ പോണമായിരുന്നു. മീറ്റ് ചെയ്യാനല്ല, വോയിസ് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നേ? വോയിസ് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നേ? ഇതിൽ ഞെക്കിപ്പിടിക്കുകയാണ്. ഈ വോയിസ് മെയിൽ എങ്ങനെ അയക്കുന്നേ? F8 ഞെക്കുന്നോ? ഹലോ, ഓക്കെ ഹലോ കുക്കു, ഞാൻ കുറച്ച് തിരക്കിലാണ്. ഞാൻ ഈ തിരക്കൊക്കെ കഴിയുമ്പോൾ വിളിക്കാം. ഇവിടെ കൂട്ടത്തിൽ കുറച്ച് അണ്ണാമണ്ണികളൊക്കെ ഉണ്ട്. I was little bit busy. I am little bit busy. I will call you later. Okay? Submit. കോൾ വിളിച്ച സംശയം വരും. എന്റെ മെയിൻ മറ്റേ അംബാനി കൊണ്ടുപോയി. ഇപ്പൊ ചെറിയ അംബാനിയുടെ ചെറിയ സ്രോതസ് വെച്ചാണ് ഞാൻ കയറിയത്. എടാ എന്റെ കൂടെ ഒന്ന് വരുവോടാ? എനിക്ക് ശരിക്കും പറഞ്ഞ ഒരു പെൺകുട്ടിക്ക് എന്നെ കാണണോന്ന് പറഞ്ഞ്. അപ്പൊ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ താല്പര്യമില്ല. എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ, എനിക്ക് നിങ്ങളുടെ നിങ്ങള് സ്ഥലക്കെ ഒന്ന് എന്റെ കൂടെ ഒന്ന് വരാവോ? ബ്ലൂ മെസ്സേജ്
മറ്റേ വണ്ടി കണ്ടിട്ടുണ്ടോ സപ്പ് യു മഞ്ഞ കളറും You remember me? എല്ലാ വണ്ടി മഞ്ഞ ജെട്ടി മഞ്ഞ ഇത് മഞ്ഞ എവിടെ എല്ലാ സപ്പ് യു എന്ന് മഞ്ഞ പറഞ്ഞ എടാ ഒരാൾ എൻ്റെ അടുത്തേ സരക്കെ ഒരാൾ എനിക്കൊരു മെസ്സേജ് പറഞ്ഞ കേട്ട ഒരാൾ എനിക്കൊരു മെസ്സേജ് സപ്പ് യു എന്ന് പറഞ്ഞ എന്താ BW my board. എന്നിട്ട് സപ്പ് യു ഹേയ് സപ്പ് യു എന്ന് Will you suck എന്നായിരിക്കും ചോദിച്ചത്. ഫൈൻ എനിക്ക് അറിഞ്ഞൂടാ മുരളിയോടാണ് ചോദിച്ചത്. പല അർത്ഥം ഉണ്ടോ അതില്? എന്തിനാണ് പരിപാടി എന്നുള്ളൊരു അതായിരിക്കും വാട്സാപ്പ് ഉണ്ടാണ് മുരളി. HUP അതെ ആണെന്ന് തോന്നുന്നു. വാ വണ്ടി മുരളി എന്റെ ടീം. എനിക്ക് മനസ്സിലായി ഇവൻ എന്തിനാ എൻ്റെ അടുത്ത് അങ്ങനെ ചോദിക്കുന്നത് എന്ത് ചെയ്യുന്നു എന്നൊക്കെ ഓരോ സൂക്കേടുകള്. അയ്യോ 4 മൈലോ എന്തൊരു ഡെഡിക്കേഷൻ നോക്കിയാണ് ഇത്ര ഡെഡിക്കേഷൻ ഉള്ളൊരു പയ്യൻ കണ്ടിട്ടുണ്ടാ സത്യം മുരളി, ഞാൻ പറയാലോ എന്റെ 3 വർഷത്തെ കരിയറില് യമനെ പോലെ ഒരു റേറാണ് മുരളി. 20-25 മിനിറ്റ് ഇവിടെ ഒറ്റയ്ക്ക് പെർഫോമൻസ് ആണ് ആള് 3, 2, 1 മംഗല്യം കളിക്കാതെ അന്ന് നാം മംഗല്യത്തിന് മുന്നേ കളിക്കാൻ പാടില്ല, മനസ്സിലായി? കേറി അകത്ത് പോനായി. അഭിഷേക് നോട്ട് കളിക്കാതെ, ഇറ്റ്സ് കളിക്കാതെ. നീ ആര് റാപ്പറാ നീ? ഡാപ്പറോളെ കേറി പെരക്കാൻ തോന്നുന്നു നാട്ടുകാരെ കൊണ്ട് പറയിക്കാതെ. ഓക്കെ ബസ് 1 and 5. വേറെ പാട്ടുണ്ട് പുതിയ പാട്ടുണ്ട്. ഹലോ സുനി അതാ വരുവോ കാണാൻ വരുവോ അയ്യോ ല്ലേ അണ്ണാ. ഏത് പാട്ട്? പാട്ട് കേട്ട് ലെറ്റ്സ് ഗോ അണ്ണാ. നല്ല തണുത്ത കാറ്റുണ്ടല്ലേ? മറ്റേ പറഞ്ഞ വരുന്നതായിരിക്കും. ശരിയാണ്. മൂലത്തിൽ നിന്ന് നടപ്പാടൂലല്ലോ. എന്താണ് സരക്കെ നിനക്ക്? നീല മെന്നിയ പോലെ തീട്ടമാണ് നിന്റെ വൈൻ. വാസുവൊക്കെ പറഞ്ഞ ജീവിതത്തിൽ വളി വിട്ടിട്ടില്ലാത്ത കഴിഞ്ഞ ബാലൻസ് ഡേക്ക് പറഞ്ഞത് തിന്നാൻ കുബൂസ് കക്കൂസിൽ തീട്ടോന്നാണ് മുരളി വേലിയോട് പറഞ്ഞത്. ഞാൻ ഓർക്കുന്നു. കൂറാൻ കക്കൂസ് കഴിക്കാൻ കുബൂസ് എന്ന് പറയാം, അതിന് കുഴപ്പമില്ല. ആ അതാണ് ഒരു പെണ്ണിന്റെ അടുത്ത് പോയി പറയണ്ട പിക്കപ്പ് ലൈനാണ് കൂറാൻ കക്കൂസ് എന്ന്. പിന്നെ എല്ലാരും പൊന്തക്കാട്ടി പോലും തൂറുവോ? പെണ്ണിനെ മോത്തോക്കി പറയാനുള്ളതാണ്. ഈ വണ്ടി കേറുമ്പോഴത്തേക്ക് എനിക്ക് എന്താ പറഞ്ഞ വണ്ടി കയറി ശരിക്കും പറഞ്ഞ ഹെലികോപ്റ്റർ ഇല്ല മുരളി, ഇല്ലെങ്കിൽ This is electric car, I think, Anna. പെർഫോമൻസ് പറഞ്ഞ വണ്ടി ഇതാണ്. ഉള്ളിൽ ഏറ്റവും കുറവ് ഇത് തന്നെ. 200 km/h പൊക്കോണ്ടിരിക്കണേ. 200. അയ്യോ അങ്ങനെയല്ല, ഇത് ഞാൻ ലോക്കൽ ഓട്ടത്തിനൊക്കെ ഇതെടുക്കും. മൈലേജ് കൂടുതൽ. നല്ലൊരു പ്ലാറ്റ്ഫോം. നല്ലൊരു പാട്ട് റാബുദിക്കണ നേരമായിതാ പ്രിയവാസന മലക്കൊട്ട് ചാർത്തിടാം മാറിലായി ചാഞ്ഞിടാം ബോംബ് വെച്ച പ്ലേറ്റ് പാടിടാം മഞ്ഞ് പെയ്യും കാലമായിടാ പ്രിയ ശരക്കണ്ണ നോട്ട് കാറ്റിരിക്കുമെൻ കൊട്ടിനായു ബാബുഷേ നമ്മൾ 3 പേരും പോകുന്നു. 4 നമ്മള്. സോറി ഫോർ റൈമിങ്ങിനെ ബാധിക്കും. ഇതൊക്കെ ഏത് പാട്ടാടാ? അണ്ണ മാപ്പിളയാണ്. ഇത് പഴയ പാട്ടാണ്. ഇത് പഴയ മാപ്പിള പാട്ടാണ്. ഇവന്റെ വാപ്പ ഇവനെ എപ്പോഴും ഇട്ടു കൊടുക്കുന്ന പാട്ടാണ്. ഹലോ മാനിക്ക ഞാനേ മലയാളി ഡയറക്ടറിനുമായിട്ട് പരിപാടി പോയിക്കൊണ്ടിരിക്കുന്ന.
ഇവിടെ എല്ലാ അണ്ടക്കളാக തെണ്ണി പട്ടി ഉണ്ടല്ലേ നമ്മളും വന്നത്. ഇവിടെ എന്താണ് ഇവിടെ നിന്റെ അടിയന്തര മാനവന് വരാൻ പറ്റുമോ? ഓ വാസുവിന് വേണ്ടവരൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ആരോ ഇടിച്ച് കൊന്നെണ്ണ അല്പം മാണിക്ക പറ്റേ കുട്ടി എന്തെങ്കിലും പറ്റിയോ? ഹലോ താങ്ക് യു. താങ്ക് യു. കുട്ടിയാണോ എനിക്ക് മെസ്സേജ്? ജമൈക്ക. ഇതാരാണ്? അല്ല, ഞാൻ ഫാത്തിമ നൂർജഹാൻ. ജമൈക്ക അല്ലേ അപ്പൊ? മലയാളി അമ്മയുടെ പരിപാടിക്ക് പോണ്ടേ? ഇത് അമ്മയുടെ പരിപാടിയാണോ ഇത്? നീയാണ് അല്ലേ? മുന്നിൽ നീയാണ് കണ്ണട എന്തിനാ ചെറിയാണ് ഇവിടെ ഫാത്തിമ ഒരു മിനിറ്റ്. ഫാത്തിമ. ഹലോ. ഹലോ കുട്ടി അയച്ച ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങള് വയനാട് അല്ലേ? അതെ, സ്റ്റേജ് ഒക്കെ ഉള്ള സ്ഥലം. ഞാനിവിടെ ഉണ്ട്. ഓക്കെ, വരുന്നതായിരുന്നു. അണ്ണന് വരാൻ തോന്നിട്ടോ നിന്ന് പോയില്ലേ? കണ്ണടച്ചാൽ നീയാണ് നിനക്കെന്ത്? അണ്ണ എന്താ ഇവിടെ? നീ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നേ? അണ്ണ എന്നെ നേരത്തെ വിളിച്ചു. യുനോ ഞാൻ അല്ലാതൊരു പരിപാടി ഇവിടെ നടക്കില്ല. നിന്നെ ആര് Welcome. ഞങ്ങൾ ഈ പരിപാടിക്ക് വന്നതല്ല, ഒരു വേറൊരു ആവശ്യത്തിന് വന്നത്. ഞങ്ങൾ പരിപാടിക്ക് 11 മണിയാകുമ്പോഴത്തേക്കിന് എത്താം. ഒരു മിനിറ്റോട് ബാക്കിയുണ്ട്. ഒരു മിനിറ്റ്. ഹലോ ഹായ് സുഖല്ലേ? കുട്ടി വരൂ. അണ്ണാ ഒരു സാധനം തരാൻ വന്നത്. ഇതെന്തൊരു ബാബു ചേട്ടാ? ബാബുഷേട്ട്, കുട്ടി പറഞ്ഞു. ബാബുഷേട്ട്, ഞാൻ വിളിച്ചത് പറയാൻ വേണ്ടി ഒരു കാര്യം പറഞ്ഞു. സുഖല്ലേ? എനിക്ക് സുഖമാണ്. കുട്ടിക്ക് സുഖമാണോ? എനിക്ക് സുഖമാണ്. പറഞ്ഞു കുട്ടി. ആക്ച്വലി അഞ്ജലിയാ? ഞാൻ ഇന്നലെയാണ് ആക്ച്വലി ആക്ച്വലി ആദ്യമായിട്ട് വാസുവിനെ നേരിട്ട് കാണുന്നത്. ഇന്നലെ എന്നെ എവിടെ വെച്ച് കണ്ട്? ഞാൻ സിറ്റി വന്നില്ലല്ലോ. മുതുക്കില്. ഞാൻ മുതുക്കിലുണ്ടായിരുന്നു. അതെ മുതുക്കില്. ലൈക്ക് ഞാൻ വാസുവിനെ കാണുമ്പോ ലൈക്ക് ആരെയോ പോയിട്ട് ആരുടെ അടുത്ത് പോയിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ? ഇത് പെൺകുട്ടിയല്ലേ? ഞാൻ ഇന്നലത്തെ കാര്യമാണ്. ആണല്ലോ. അതെ. ഈ പുള്ളിക്കാരനോട് ഇത് ബാബു നമ്മുടെ കൂട്ടത്തിലാണ്. മഴത്തായിരിക്കും. ആക്ച്വലി ഞാനൊരു കാര്യം പറയാനാ വിളിച്ചത്. പറഞ്ഞു കുട്ടി. വാസുവിനോട് മാത്രം. കേട്ടില്ല. കൊരങ്ങന്റെ 2 കണ്ണ് കണ്ട? ഏത് കൊരങ്ങന്റെ? ആ കുട്ടിയുടെ ടീഷർട്ടിൽ ഒരു കൊരങ്ങുണ്ട്, 2 കണ്ണുണ്ട് അതില്. കൊരങ്ങന്റെ ആണോ നീ ശ്രദ്ധിച്ചത്? അയ്യോ, കൊരങ്ങന്റെ കണ്ണ്. കോങ്കണ്ണായിരുന്നത്. ഞാനിപ്പോ വരാം. കുട്ടിക്ക് എന്താ പറയാനുള്ളത് കേൾക്കട്ടെ. അത് നീ വേറെ രീതി കണ്ടത്. ഓക്കെ. കൊരങ്ങനെ ഞാൻ ഇപ്പഴാ കാണാൻ പറഞ്ഞപ്പോ. പറ കുട്ടി. അതായത് സിറ്റിയിൽ വന്നിട്ട് കുറച്ചായെങ്കിലും ഇത്രയും നല്ലൊരു ശബ്ദത്തിനുടമയെ ആദ്യത്തെ കാണുന്നത്. ഒരു മിനിറ്റ്. സ്ട്രേഞ്ചേഴ്സ്. എന്നാ പിന്നെ അണ്ടി ഫാക്ടറി അങ്ങനെ തന്നെ വാങ്ങിക്കാം അല്ലേ? എന്തോ? അല്ല, അണ്ടി ഫാക്ടറി ഓക്കെ. അപ്പോൾ ഇത്രയും നല്ല വോയിസിനുടമ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഓക്കെ. പിന്നെ ഇപ്പോൾ സിറ്റിയിലുള്ള ഒരുപാട് പേരിങ്ങനെ വാസവണ്ണൻ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇന്നലെയാണ് കണ്ടപ്പോ എനിക്ക് ചെറുതായിട്ടൊരു സ്പാർക്ക് അടിച്ചു തോന്നി. എന്തോ സ്പാർക്ക്? ഓ സ്പാർക്ക്. അപ്പൊ അത് പറയണമെന്ന് തോന്നി. അത്ര അത് നേരിട്ട് പറയണമെന്നും തോന്നി. ബിക്കോസ് അത് പറയേണ്ട ചെറുതൊരു കാര്യമില്ല. കുട്ടി ആക്ച്വലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം. You are committed to Ellie, I think so.
ഞാൻ ആരുമായിട്ടും കമ്മിറ്റഡ് അല്ല. എനിക്ക് കുട്ടി ഞാൻ ക്ലിയർ കട്ട് ആയിട്ട് കാര്യം പറയാലോ. എനിക്ക് ഒരു ഗ്യാങ് ഉണ്ട് ഇവിടെ, TV എന്നാണ് ഗ്യാങ്ങിന്റെ പേര്. അപ്പോ ഫാമിലി, എന്റെ ഫാമിലി അതാണ്. അപ്പൊ എനിക്ക് ഇമ്പോർട്ടന്റ് അതാണ്. അപ്പൊ എനിക്ക് ഈ പെണ്ണ് പെടക്കോഴി ഇതൊന്നും സ്യൂട്ട് ആവില്ല. അപ്പൊ ഞങ്ങൾക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തണം. അപ്പൊ അതുകൊണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും കുട്ടി പറഞ്ഞ കാര്യം ഞാൻ ആക്ച്വലി ഹോണസ്റ്റ് ആയിട്ട് വന്ന് പറഞ്ഞതിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അറിയാലോ ഞങ്ങളുടെ സിറ്റുവേഷൻ അതാണ്. ഞങ്ങൾക്ക് എനിക്കും സരക്കിനും ബാബുവിനും ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരു പെണ്ണ് പോലും ഇല്ല. ഞങ്ങൾ ഗ്യാങ്ങിന് വേണ്ടിയിട്ടാണ് ഫുൾ ടൈം ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ I'm sorry. Yeah, I know that. ഇതിനെ സമ്മതിക്കില്ലെന്നും എനിക്കറിയാം. And then she proposed you? No. Hey, no. It's okay, Sony man. Okay. അപ്പൊ കുട്ടി നമ്മള് ഇവിടെ ഒരു ഇവന്റിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അതിനൊന്ന് പോയിട്ട് വരാം. അത് മമ്മിയുടെയാ, എന്റെ അമ്മയുടെ ആണല്ലേ? ഓ, ഞങ്ങള് മമ്മിയെന്നാണ് വിളിക്കുന്നത്. അപ്പൊ അങ്ങോട്ട് പോയിട്ട് വരാം. അല്ല കുട്ടി, പക്ഷെ എനിക്ക് പറയാനുള്ളത് പറയാതെ പോയ പ്രണയത്തെക്കാൾ വലുതല്ല വയറുവേദന എന്നാണ്. ബാബു ചേട്ടാ, ആ, ആരെന്നറിയോ? ആര്? ആരാ? എന്റെ ചേച്ചിയാ. അറിയോ, ഭാര്യയെന്ന് അറിയാം. അതെ. ആ, ഇനി ഏതെങ്കിലും അനിയത്തിമാരോ ചേച്ചിമാരോ ഉണ്ടോ അതിൽ? പിന്നെ കുക്കുണ്ട്. കുക്കുണ്ടല്ലേ? അപ്പൊ കറക്റ്റ് ആണ്. കുക്കുന്ന് പറഞ്ഞപ്പോ ഉണ്ടാണല്ലോ. അപ്പൊ കുട്ടി ഞങ്ങൾ എന്നാ ഇവന്റിന് പോയിട്ട് വരാം. ബാബു സരക്കുന്നു. ബാബു സരക്കുന്നു. എനിക്കൊരു കാര്യം പറയാനുണ്ട്. കണ്ട, ഇതൊരു ലെസൺ ആണ് ബാബു നിനക്ക്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ലെസൺ ആണ്. എന്നെ ഒരു പെൺകൊച്ചു വന്ന് പ്രപ്പോസ് ചെയ്ത് ഞാൻ മുഖത്ത് നോക്കി ഉള്ള കാര്യമൊക്കെ പറഞ്ഞു. മനസ്സിലായ? ജീവിതത്തിൽ കണ്ടിട്ട് ഇങ്ങനെ ഒരു സീൻ ഞാൻ ഞെട്ടിപ്പോയി, ശരിക്കും ഞെട്ടിപ്പോയി മലയാളി. കണ്ടാ അറിയാം. പൈസ ഒരു കാര്യമുണ്ട്. അടുത്ത കേസ് മാണിക്ക് ഇങ്ങോട്ട് വാ. മലയാളി പ്രിയ, നീ ഇങ്ങോട്ട് വന്നേ. മറ്റേ പയ്യന്റെ കേസില്ല, അത് മലയാളി സെറ്റ് ചെയ്ത് തരും. മാണിക്കാൻ ഇങ്ങോട്ട് വാ. മറ്റേ പയ്യന്റെ കേസ് മലയാളി സെറ്റ് ആക്കി തരും. ഇവിടെ ഉണ്ട്. നമ്മൾ നേരത്തെ നീ നമ്മളെ കണ്ടില്ല. അവിടെ അങ്ങോട്ട് വാ. ഈ കാര്യത്തിൽ നീ എന്റെ കൂട്ട് നിൽക്കാന്ന് പറഞ്ഞതാ. അവന് തോന്നണം നമ്മള് പെണ്ണിനെ അവോയ്ഡ് ചെയ്ത്. നിനക്ക് ഈ ഇടയായിട്ട് ഭയങ്കര ബുദ്ധിക്കുറവുണ്ട്. സത്യം ഞാൻ വിട്ടുപോയി. ഞാൻ പെട്ടെന്ന് സോറി ഞാൻ പെട്ടെന്ന് ഞാൻ നമ്മുടെ ഒരു ഫ്രണ്ടാണ് മാണിക്കൻ. അപ്പൊ മലയാളി MBBS പഠിച്ചിട്ടില്ലെങ്കിൽ MBBS പറ്റി നല്ല ഐഡിയ ഒക്കെ ഉണ്ടല്ലോ. മലയാളി പണ്ട് പഠിക്കണമെന്ന് ആഗ്രഹിച്ചാണ്. കുറെ പുസ്തകമൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് ഐഡിയ ഉണ്ട്. അപ്പൊ ഞാൻ പയ്യന്റെ പ്രശ്നം മലയാളിയോട് പറയാം. മലയാളി സോർട്ട് ഔട്ട് ചെയ്ത് തരും. മലയാളി താങ്കളുടെ പേര്? എന്റെ പേര് വാസു. മിസ്റ്റർ വാസു, അവിടെ ഒരു മറ്റേ ഒരു വാവാജിക്കുന്ന ഒരു പയ്യൻ നിൽപ്പുണ്ട്. അവന്റെ ചുക്കാമണിക്ക് എന്തോ പ്രശ്നം, ചുക്കാമണി കാണാനില്ലെന്ന്. അപ്പൊ അമ്മ അവന്റെ പ്രശ്നം പറയാൻ ഒരു ഡോക്ടറെ ഫോൺ വിളിച്ചിട്ട് എടുത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ ആകെ പ്രശ്നമായിട്ട് നിൽക്കണം. ഇനി വഴിയുള്ളവനൊക്കെ ഞാൻ അണ്ടി തയ്ച്ചു വെച്ചു കൊടുക്കാം. എനിക്കതാണല്ലോ പണി. അതല്ല അമ്മയ്ക്ക് അത്രയും കൺസേൺ ഉള്ള പയ്യനാ. ഒരു ഡോക്ടറെ ജാൻസിങ്ങിനെ വിളിച്ച് ഫോൺ എടുത്തില്ലെന്നും പറഞ്ഞിട്ട് അവിടെ എനിക്കിതൊക്കെ വെച്ച് പിടിപ്പിക്കാൻ അറിയാമെങ്കിൽ ഞാൻ വല്ല ഏതൊരു ആശുപത്രിയിൽ ഇരിക്കൂലേ. ഞാൻ ഇവിടെ അടിയും പിടിയെന്ന് പറഞ്ഞ പേര് അമ്മ പറഞ്ഞെന്താ ഈ ജാൻസിങ് എന്ന് പറഞ്ഞാൽ ഇല്ലാതായി കഴിഞ്ഞാൽ ആൾ മറ്റുള്ളവരിൽ കുറച്ച് ദിവസം എടുത്തെടുത്ത് ഫിക്സ് ചെയ്ത് വെച്ച് കൊടുക്കുന്ന ആളാണ്. തപ്പുന്നുണ്ട് പുള്ളിക്കാരി. അയ്യോ അതല്ല ഞാൻ ഉദ്ദേശിച്ച്. ചെറുത് മതിയാ?
ചെറുത് മതിക്കുന്ന കെവിൻ ഉണ്ട് ഭാവിയായതുകൊണ്ട് ചെറുത് മതിയാവും. സോറി ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. കെവിനെ കൊടുത്തേരെ അണ്ണ എനിക്ക് വേണം. എന്ത് വേണം? മരുന്നിട്ടപ്പോ പോയതാണ് ഇതൊക്കെ മരുന്നിട്ടോ പോയതാ. എടാ ബാബു കൊണ്ട് വല്ല ഉറുമ്പും കടിച്ചോണ്ട് പോയതായിരിക്കും പറഞ്ഞത് അവർ കേൾക്കണില്ല. കണ്ടവനെ അണ്ടി വെച്ച് എന്തൊക്കെയാ സംസാരിക്കുന്നത് നിങ്ങൾ? ഇത് എന്തൊക്കെയാ ബാബു സംസാരിക്കുന്നേ? ഇവരെന്താ വിളിച്ചോണ്ട് വരാൻ നിനക്ക് എങ്ങനെ തോന്നുന്നു? ഇവ കണ്ടവൻ അണ്ടി വെച്ച് കൊടുക്കലാണ് എന്റെ പരിപാടി. സത്യമാ അയ്യോ അങ്ങനെയല്ല മള്ളി മലയാളി സ്ഥിരം മറ്റേ അണ്ടി വെട്ടി കടലറിയൂലേ ആ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വല്ല പുള്ളിയെ ഈ വിളിച്ചത്. വാവാന്ന് പറയുന്നത് ഇല്ല പയ്യനല്ലേ മറ്റേ കുക്കുവിന്റെ കൂടെ നടക്കുന്ന? ആ കുക്കുവിനോട് നടക്കണ പയ്യൻ. മള്ളി അതുകൊണ്ട് തന്നെ വിളിച്ചത്. അപ്പം ഇല്ല, അപ്പം ഇല്ല, പിന്നെ ഇല്ല, അവന് ഇല്ല, വേണ്ട, ഇല്ല. അവന് അവന് വേണ്ട. സാധനം ഇല്ലാത്തതാണ് നല്ലത്. അവന് സാധനം ഇല്ലാത്തതാണ് നല്ലത്. അവനെന്തിനും സാധനം. ജീവിതം പോലും തുടങ്ങിയിട്ടില്ല. ഓ പെണ്ണിന്റെ തോട്ടത്തിൽ നടക്കുന്ന എടാ വാടാ നമുക്ക് അത് ആരെയാ? ഇതാ ഒരു കാര്യം ചെയ്താൽ മതി. നീ ആ കടൽ തീരത്ത് നോക്കിയാൽ ഈ അണ്ടി വെട്ടി കടലെറിയുന്ന ഒരു പരിപാടി ഉണ്ട്. എടാ ടിവിയിൽ എല്ലാരും